എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഒരു സിഗരറ്റിന്റെ യഥാർത്ഥ വില എത്രയാണെന്നാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതായത്, ഒരു സിഗരറ്റ് വലിക്കാരൻ എത്ര പണം ചെലവഴിക്കുന്നു അല്ലെങ്കിൽ എത്ര സമയം ചെലവഴിക്കുന്നു എന്നുള്ളത് നമുക്ക് ഇന്നൊന്ന് പരിശോധിക്കാം. സാധാരണയായി ഒരു ദിവസം ഒരു 10 സിഗരറ്റ് വലിക്കുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിന് ഒരു സിഗരറ്റിന് അദ്ദേഹം ഏറ്റവും ചുരുങ്ങിയത്, ഇന്ന് സിഗരറ്റ് 25 രൂപ, 20 രൂപ ഒക്കെ ഉള്ളതെല്ലാം ഇന്ന് അവൈലബിൾ ആണ്. മിനിമം ഒരു 15 രൂപയുടെ ഒരു ഇടത്തരം സിഗരറ്റ് വലിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിന് ഒരു മാസം 4500 രൂപ അദ്ദേഹത്തിന് ചെലവ് വരുന്നുണ്ട്. ദിവസം 10 എണ്ണം വെച്ച് 30 ദിവസം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 4500 രൂപ വരുന്നുണ്ട്. ഇതേ വ്യക്തി ഇത് ഒരു വർഷത്തേക്ക് സിഗരറ്റ് വലിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് 54,000 രൂപയുടെ ചിലവ് വരുന്നുണ്ട്. അത് അദ്ദേഹം 5 വർഷത്തേക്കാണ് സിഗരറ്റ് വലി മുന്നോട്ട് കൊണ്ടുപോകുന്നതെങ്കിൽ അദ്ദേഹത്തിന് 2,70,000 രൂപ ചിലവ് വരും. അത് തുടർന്ന് 10 വർഷത്തേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ അദ്ദേഹത്തിന് 5,40,000 രൂപ അദ്ദേഹം തൻ്റെ സിഗരറ്റിന് വേണ്ടി ചെലവഴിക്കും. ഇദ്ദേഹം 20 വർഷത്തേക്ക് പുകവലിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് 10,80,000 രൂപ വരെ ചിലവ് വരുന്നുണ്ട്. അപ്പോൾ ആയിരങ്ങളല്ല, ലക്ഷങ്ങളാണ് തൻ്റെ ഒരു 20 വർഷം കൊണ്ട് അദ്ദേഹത്തിന് ചെലവാകുന്നത്. ഇതിൽ കൂടുതൽ വലിക്കുന്നവർക്ക് കൂടുതൽ ചെലവ് വരും. അതേപോലെ താഴോട്ട് വരുന്നവർക്കാണെങ്കിൽ ആനുപാതികമായിട്ടുള്ള രീതിയിലുള്ള ചെലവ് വരുന്നുണ്ട് അവർക്ക്. അങ്ങനെ ഇത്രയും ചെലവാക്കുന്ന ഈ വ്യക്തി ഏറ്റവും ചുരുങ്ങിയത് അദ്ദേഹം ഒരു SIP തുടങ്ങുകയാണ് എന്ന് കരുതുക. അതായത്, ഈ മാസം അദ്ദേഹം വലിക്കുന്ന 4,500 രൂപ ഒരു SIP-യിലേക്ക് അദ്ദേഹം നിക്ഷേപിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഒരു 15 വർഷം മുതൽ 20 വർഷം വരെ അദ്ദേഹം SIP-യിൽ നിക്ഷേപിക്കുകയാണെങ്കിൽ തീർച്ചയായും അദ്ദേഹത്തിന് ഒരു 25 ലക്ഷം മുതൽ 50 ലക്ഷം രൂപ വരെ കിട്ടാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അദ്ദേഹം യഥാർത്ഥത്തിൽ എത്രയാണ് മണി അല്ലെങ്കിൽ അദ്ദേഹത്തിന് പണം അദ്ദേഹത്തിൻ്റെത് ഈ സിഗരറ്റ് വലിയിലൂടെ നഷ്ടമാകുന്നതെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അദ്ദേഹത്തിന് ഈ സിഗരറ്റ് വലിയുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല. അദ്ദേഹം സിഗരറ്റ് വലി നിർത്താനുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്യും. ഇനി അതേപോലെ തന്നെ പണത്തിനെ പോലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സമയവും. കാരണം നമ്മുടെ സമയവും ഇന്ന് പണമാണ്. കാരണം നമ്മൾ എത്രത്തോളം സമയം ചിലവഴിക്കുന്നുവോ അതിനനുസരിച്ചാണ് ഇന്ന് നമുക്ക് പണം ലഭിക്കുന്നത്. സാധാരണഗതിയിൽ ഒരു ജോലിക്കാരൻ അദ്ദേഹത്തിൻ്റെ സമയമാണ് അദ്ദേഹത്തിൻ്റെ കമ്പനിക്കോ അല്ലെ അദ്ദേഹത്തിൻ്റെ മുതലാളിക്കോ നൽകുന്നത്. ആ പണ ആ സമയത്തിനുള്ള വിലയാണ് അദ്ദേഹത്തിന് ശമ്പളമായി ലഭിക്കുന്നത്. അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു സിഗരറ്റ് വലിക്കുന്ന ആൾ ഏകദേശം 5 മിനിറ്റ് അതിനായിട്ട് ഉപയോഗിക്കും. തുടർന്ന് അദ്ദേഹത്തിന് ആ സിഗരറ്റ് വലിയുടെ ഹാങ് ഓവറിൽ നിന്നും പുറത്തു വരണമെങ്കിൽ അദ്ദേഹം മിനിമം ഒരു 5 മുതൽ 10 മിനിറ്റെങ്കിലും അദ്ദേഹത്തിന് വേണം. കാരണം അദ്ദേഹത്തിലുള്ള എനർജി പൂർണ്ണമായും ഡ്രെയിൻ ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ എനർജി കംപ്ലീറ്റ് ആയിട്ടും കുറഞ്ഞിട്ടുണ്ടാവും. പിന്നെ ആ എനർജി ഡെവലപ്പ് ചെയ്ത് വരുന്നതിന് മിനിമം 10 മിനിറ്റ് ഏറ്റവും ചുരുങ്ങിയത് എടുക്കുന്നുണ്ട്. അങ്ങനെ അദ്ദേഹത്തിന് 10 മുതൽ 15 മിനിറ്റ് വരെ ഒരു സിഗരറ്റിന് വേണ്ടി അദ്ദേഹം ചെലവഴിക്കുന്നു. അങ്ങനെ നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ 24 മണിക്കൂർ എന്ന ഒരു ദിവസത്തിൽ 10 സിഗരറ്റ് വലിക്കുന്ന ഒരാൾക്ക് ഏകദേശം 1.5 മണിക്കൂർ മുതൽ 2 മണിക്കൂർ വരെ സമയം അദ്ദേഹം സിഗരറ്റ് വലിക്ക് വേണ്ടി ചെലവഴിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്നും ഈ 2 മണിക്കൂർ സമയം ഒരു ഉപകാരവുമില്ലാതെ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സിഗരറ്റ് വലിക്കുന്ന ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന പ്രധാന നഷ്ടങ്ങളാണ്: ഒന്ന്, പണനഷ്ടം;
അതേപോലെ രണ്ടാമത്തേത് സമയനഷ്ടം. ഈ രണ്ടും ഒരിക്കൽ അദ്ദേഹത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിന് അത് ലഭിക്കുന്നതല്ല. ഇപ്പോൾ ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും, ഒരു സിഗരറ്റ് വലിക്കാരൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എന്തെല്ലാമാണ് നഷ്ടപ്പെടുത്തുന്നത്. ഇത് കൂടാതെയാണ് അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ. അപ്പോൾ ആരോഗ്യ നഷ്ടം ഒഴിവാക്കിക്കൊണ്ട് തന്നെ അദ്ദേഹത്തിന് സമയനഷ്ടവും അതേപോലെ തന്നെ അദ്ദേഹത്തിന് പണനഷ്ടവും കൂടി സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് പുകവലിക്കുന്ന ഒരാൾ എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ പുകവലി ശീലം നിർത്തുകയാണെങ്കിൽ അദ്ദേഹത്തിന് പണത്തിൻ്റെ ലാഭം, സമയലാഭം, അതേപോലെ ആരോഗ്യത്തിന് വളരെ മികച്ചതായ, അദ്ദേഹത്തിന് അതേപോലെ തന്നെ ഒരു വ്യക്തി സിഗരറ്റ് വലി നിർത്തുകയാണെങ്കിൽ അദ്ദേഹത്തിന് ആരോഗ്യത്തിന് ഗുണം ചെയ്യും. അതുപോലെ തന്നെ അദ്ദേഹത്തിന് പണം ലാഭിക്കാൻ കഴിയും. അതുപോലെ അദ്ദേഹത്തിന് സമയം ലാഭിക്കാൻ കഴിയും. അതായത് ഒരു സിഗരറ്റ് വലി ശീലമുള്ള ഒരു വ്യക്തി ഈ സിഗരറ്റ് വലി എത്രയും പെട്ടെന്ന് അദ്ദേഹം നിർത്തിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആരോഗ്യം മികച്ചതാക്കാൻ കഴിയും. അതുപോലെ അദ്ദേഹത്തിൻ്റെ പണനഷ്ടം ഒഴിവാക്കാൻ കഴിയും. അതുപോലെ അദ്ദേഹത്തിൻ്റെ സമയനഷ്ടം ഒഴിവാക്കാൻ കഴിയും. ഇങ്ങനെ നിങ്ങളുടെ പുകവലി ശീലം നിങ്ങൾക്ക് നിർത്തണമെന്ന് നിങ്ങൾ തീർച്ചയായും ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് വെൽഡ്യൂക്ക് സയൻസ് അക്കാദമിയായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. എല്ലാ ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്.